പള്ളിക്കര മലമുകൾ ദേശനിവാസികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ മുൻപിൽ കൂടി വന്നിരിക്കുന്ന മറ്റ് ഷാരോൺ പള്ളിക്കര സഭയിലെ അംഗങ്ങൾ, ഇന്ന് രാത്രിയിൽ ഈ യോഗം ഇവിടെ ലീഡ് ചെയ്ത അനുഗ്രഹീതനായ കത്തദാസൻ പാസ്റ്റർ LP ജോസഫ്, അദ്ദേഹത്തിന്റെ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഓണാഘോഷം, അതിന്റെ ആഘോഷ പരിപാടികളൊക്കെ അതിന്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഇന്ന് അല്പം മുൻപ് ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായി. ഏതാണ്ട് 818 കോടിയിലധികം രൂപ ചിലവഴിച്ച് കേരളം ഈ ഓണാഘോഷത്തിൽ മദ്യപിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. 818 കോടി, ഏതാണ്ട് 1000 കോടിക്കടുത്ത് രൂപ മദ്യപാനത്തിനും ലഹരിക്കും വേണ്ടി മാത്രം ചിലവഴിക്കത്തക്ക വിധം കേരളം ഇത്ര സമ്പന്നമാണോ? ഒരുപക്ഷെ ഇതായിരിക്കും നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, അയൽ രാജ്യങ്ങൾ കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തെ പറ്റി ചിന്തിക്കുക. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഇതര ലഹരി പദാർത്ഥങ്ങളും മനുഷ്യനെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ എന്തിന്റെയെങ്കിലും അടിമയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, പിന്നെയും അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. എന്ത് സ്വാതന്ത്ര്യമാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനെ അറിയാത്തവരായി എന്നെ കേൾക്കുന്നവരിൽ ആരും ഉണ്ടാകില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 100 തവണയെങ്കിലും യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ പറ്റി നിങ്ങളേവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ക്രിസ്തു ലോകത്തിന് നൽകിയ ആത്യന്തികമായ സുവിശേഷ സന്ദേശത്തെ എത്രത്തോളം വിശദീകരിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ യേശുക്രിസ്തുവിനെ പറ്റി, ക്രിസ്തു വരുത്തിയ സ്വാതന്ത്ര്യത്തെപ്പറ്റി, ക്രിസ്തു കൊണ്ടുവന്ന അത്ഭുതകരമായ സന്ദേശത്തെപ്പറ്റി, ആത്മീക വിടുതലുകളെപ്പറ്റി നിങ്ങളുമായി അല്പനിമിഷങ്ങൾ സംവദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിയോഗിച്ചയച്ചത്, ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടിമകളായവരെ വിലയ്ക്ക് വാങ്ങി അവർക്ക് പുത്രത്വം നൽകേണ്ടതിന് തന്നെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിൽ തന്റെ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞിറങ്ങി വന്നത് അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മഹാരഥന്മാരായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരിൽ ഒരാൾ പറഞ്ഞത്, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നാണ്. എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതം, അടിമത്തത്തിൽ കിടക്കുന്നൊരു ജീവിതം അഭിമാനമുള്ളവരെ സംബന്ധിച്ച് മരണത്തേക്കാൾ ഭയാനകമായൊരു കാര്യമാണ്. ആരും അടിമത്തത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടിമകളായി ജീവിക്കാൻ മനുഷ്യനായി പിറന്ന ആരും ആഗ്രഹിക്കുന്നില്ല. ദൈവവും അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ച കോടാനുകോടിക്കണക്കിന് വരുന്ന
സൃഷ്ടികളിൽ, ജീവജാലങ്ങളിൽ, വൃക്ഷലതാദികളിൽ, പക്ഷിമൃഗാദികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ കിരീടമായിട്ടാണ് മനുഷ്യനെ ബൈബിൾ വിവക്ഷിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി ബൈബിൾ പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിലെ ഏക സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് താൻ ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടി ജീവജാലങ്ങളുടെ മേലും അധികാരമുള്ളവനായിട്ടും സകല ജീവജാലങ്ങളെയും ഈ ലോകത്തെ മുഴുവനും അടക്കി വാഴുവാനുള്ള നിയോഗവും നൽകിക്കൊണ്ടാണ്. എന്നാൽ അങ്ങനെ അധികാരമുള്ളവനായി, നിയോഗമുള്ളവനായി, സകലത്തിന്റെ മേലും അധികാരമുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്തിന്റെയൊക്കെയോ അടിമത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് 818 കോടിയിലധികം രൂപ ചെലവഴിച്ച് കേരളം മദ്യപിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ജനങ്ങൾ ചിലരെങ്കിലും മദ്യത്തിന് അടിമകളാണ്, മറ്റു ചിലർ പുകവലിക്ക് അടിമകളാണ്, മറ്റു ചിലർ കഞ്ചാവിനും ചരസിനും അടിമകളാണ്, മറ്റു ചിലർ മറ്റു പല മയക്കുമരുന്നുകൾക്കും സാമൂഹിക തിന്മകൾക്കും അടിമകളാണ്. അടിമത്തത്തിൽ നിന്നൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ഹൃദയം കൊണ്ടൊരു പക്ഷേ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പെട്ടുപോയതാണ്, തിരിച്ചു കയറാൻ കഴിയുന്നില്ല, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചു വരാൻ, എന്റെ പഴയ ജീവിതത്തിലേക്ക് വരാൻ, പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞരങ്ങുന്ന ഒത്തിരി പേരുണ്ടാകാം. ബൈബിൾ അവരോട് നൽകുന്ന ആത്യന്തികമായ സന്ദേശം, യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുക. മനുഷ്യൻ ഇത്തരത്തിൽ സാമൂഹിക തിന്മകൾക്ക്, തനിക്ക് രസം തോന്നുന്ന മദ്യപാനം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ തന്നെ രക്ഷിക്കുമെന്ന് താൻ ചിന്തിക്കുന്ന മതത്തിന്റെ പ്രമാണങ്ങൾക്കും മനുഷ്യൻ അടിമകളായിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും രക്ഷ ആവശ്യമാണ്. എല്ലാവരും തങ്ങൾ ആയിരിക്കുന്ന, അകപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് ഒന്ന് പുറത്തു കയറാൻ ശ്രമിച്ചുകൊണ്ട് പല മതവ്യവസ്ഥകൾക്കും മതത്തിന്റെ പ്രമാണങ്ങൾക്കും മനുഷ്യൻ തന്നെ സമർപ്പിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യൻ തന്റെ സ്വയം ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് മതത്തിന്റെ പ്രമാണങ്ങൾക്ക് മനുഷ്യൻ അടിമകളായി തീർന്നു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അങ്ങനെ മനുഷ്യൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് താൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് മതത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവന് ദൈവത്തിന്റെ പുത്രൻ എന്ന പദവി നൽകാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ കർത്താവ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മനുഷ്യന് അനുസരിക്കാൻ കൊടുത്ത ദൈവത്തിന്റെ പ്രമാണങ്ങളിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാണ്? പ്രമാണം വിളിച്ചു പറഞ്ഞു. 100% മനുഷ്യൻ പ്രമാണത്തെ അനുസരിച്ചാൽ മാത്രമേ പ്രമാണം വാഗ്ദാനം ചെയ്യുന്ന നീതി, വിശുദ്ധി, നന്മ മനുഷ്യന് പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. പാപിയായ മനുഷ്യൻ പാപത്തിൽ നിന്നൊന്ന് മുക്തി നേടാൻ അവൻ മതത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മതം പറഞ്ഞു, ഒന്നൊഴിയാതെ സകല പ്രമാണങ്ങളെയും അനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷ നേടാൻ, മുക്തി നേടാൻ, മോക്ഷം നേടാൻ സാധ്യമല്ല. അങ്ങനെ പ്രമാണം പറഞ്ഞ് ആ ആജ്ഞകളെ, ചിന്തകളെ മനുഷ്യൻ അനുസരിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? മനുഷ്യനൊടുവിൽ പ്രമാണത്തിന്റെ അടിമയായി തീർന്നു. പ്രമാണം അവനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ജനനം മുതൽ പാപിയാണ്. ജനനം മുതൽ പാപിയാണ്. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ആ പ്രേരണ മനുഷ്യന് ജനനം മുതലുണ്ട്. മനുഷ്യൻ എത്ര സൽപ്രവർത്തികൾ ചെയ്താലും, എത്ര നന്മ ചെയ്താലും അവന്റെ പ്രവൃത്തികളൊന്നും ദൈവത്തിന് നന്മയായി കാണാൻ കഴിയില്ല. കാരണം പാപി ചെല്ലുന്നിടം പാതാളമാണ്. പാപി ചെയ്യുന്ന പ്രവൃത്തികൾ പാപപ്രവൃത്തികളാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? പാപി ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് സ്വീകാര്യമാകില്ല. അപ്പോൾ ദൈവത്തിന് മനുഷ്യൻ ചെയ്യുന്ന സത്പ്രവൃത്തികൾ സ്വീകാര്യമാകണമെങ്കിൽ ആദ്യം അവന്റെ വ്യക്തിത്വം മാറണം, അവന്റെ ലേബൽ മാറണം. കള്ളൻ എന്ന ലേബൽ മാറണം, വ്യഭിചാരി എന്ന ലേബൽ മാറണം, കൊലപാതകി എന്ന ലേബൽ മാറണം, മദ്യപാനി എന്ന ലേബൽ മാറണം, കുറ്റവാളി എന്ന ലേബൽ മാറണം. പാപി എന്ന അവന്റെ അടിസ്ഥാനപരമായ ലേബൽ മാറിയല്ലാതെ
ആ തലക്കെട്ട് മാറിയല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന നന്മകളും നീതിപ്രവർത്തികളും ദൈവത്തിന് സ്വീകാര്യമാകയില്ല. അപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ ലേബൽ മാറാൻ, അവന്റെ വ്യക്തിത്വം മാറാൻ എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ അനുസരിച്ചത് കൊണ്ടായില്ല. ഹൈന്ദവർക്ക് അഭിമാനിക്കാൻ കുറെ മനോഹരമായ പ്രമാണങ്ങളുണ്ട്. ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും, അങ്ങനെ 4 പ്രാമാണികങ്ങളായ ഗ്രന്ഥങ്ങൾ വളരെ കാലങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്. അവയ്ക്ക് ഉപവേദങ്ങളുണ്ട്. ധനുർവേദവും സ്ഥാപത്യവേദവും ഗാന്ധർവവേദവും, അങ്ങനെ വിവിധങ്ങളായ ഉപവേദങ്ങളുണ്ട്. അവയ്ക്ക് പിന്നെ സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞ് അനുബന്ധങ്ങളുണ്ട്. മനോഹരമായ വേദാന്തം എന്നാണ് ഉപനിഷത്തുകൾ അറിയപ്പെടുന്നത്. അതായത് വേദങ്ങളുടെ ഒടുവിൽ വന്ന ഭാഗമായതുകൊണ്ടാണ് ഉപനിഷത്തുകൾക്ക് വേദാന്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. വേദാന്തം അല്ലെങ്കിൽ എല്ലാവിധമായ പ്രമാണങ്ങൾക്കും ഒടുവിൽ നിന്നുകൊണ്ട്, ഉപനിഷത്തിൽ നിന്നുകൊണ്ട് ആചാര്യന്മാർ ദൈവത്തോട് നിലവിളിക്കുന്നു. അസത്തോമാ സത്കമയ, മൃത്യോമാ അമൃതംഗമയ, തമസോമാ ജ്യോതിർഗമയ. അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. സകല വേദങ്ങളും, ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും സ്ഥാപത്യവേദവും ഗാന്ധർവവേദവും, അങ്ങനെയുള്ള വേദങ്ങളെല്ലാം കടന്ന് വേദങ്ങളുടെ ഏറ്റവും ഒടുവിൽ വന്ന് ആരണ്യങ്ങളും ബ്രാഹ്മണ്യങ്ങളും ഉപനിഷത്തുകളിലേക്ക് വന്നിട്ട് വേദങ്ങളുടെ ഏറ്റവും ഒടുവിൽ നിന്നുകൊണ്ട് ആചാര്യന്മാർ പ്രാർത്ഥിക്കുന്നു, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഉപനിഷത്തുകൾ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ വേദങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു മറുപടി പറയാൻ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കാൻ ഒരു മറുപടി നൽകാൻ ഈ ലോകത്തിലെ മതങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ ഈ ലോകത്തിലെ മതപ്രമാണങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ യേശുക്രിസ്തുവിലൂടെ വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു സത്യമാണ്, യേശു യഥാർത്ഥ വഴിയാണ്, യേശു യഥാർത്ഥ ജീവനാണ്. യേശു ഈ ലോകത്തിൽ കൊണ്ടുവന്ന സന്ദേശം എന്ന് പറയുന്നത് സമൃദ്ധിയായ ജീവനെ നൽകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ചോദ്യം മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. മരണമാണ് മനുഷ്യന്റെ മുൻപിൽ ഏറ്റവും വലിയ ഭീകരമായ പ്രശ്നമെന്ന് പറയുന്നത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? എന്നെ ആർക്കാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത്? ഒരു മതത്തിന്റെ ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ അവന് വീണ്ടെടുപ്പ് കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം സകല മനുഷ്യരും പാപികളാണ്. ഒരു പാപിയെ രക്ഷിക്കാൻ മറ്റൊരു മനുഷ്യന് കഴിയില്ല, കാരണം അവനും പാപിയാണ്. അപ്പോൾ പാപമില്ലാത്തവൻ വേണം മനുഷ്യനെ രക്ഷിക്കാൻ. അതുകൊണ്ട് മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, മനുഷ്യനെ രക്ഷിക്കാൻ മറ്റൊരു മനുഷ്യന് സാധ്യമല്ല. കാരണം എല്ലാവരും പാപത്തിന് അധീനരാണ്, എല്ലാവരും മരണത്തിന് അധീനരാണ്. ഈ നിർണായകമായ ഘട്ടത്തിലാണ് മാനവരാശിയെ മരണത്തിൽ നിന്ന് ഉദ്ധരിച്ച് ജീവനിലേക്ക് നയിക്കാൻ സ്വർഗസ്ഥനായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെ പോയി എന്ന് വന്നാലും, മദ്യപാനം കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണോ? പുകവലി എന്ന ദുശ്ശീലം നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഇതര സാമൂഹിക തിന്മകളുടെ അടിമത്തത്തിൽ നിങ്ങളായിരിക്കുന്നുവോ? രക്ഷപ്പെടാൻ ഹൃദയം കൊണ്ട് ഒട്ടനവധി തവണ ആഗ്രഹിച്ചിട്ടും ഒരിക്കലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളൊരു അടിമയെപ്പോൾ അതിൽ കുടുങ്ങിക്കിടക്കുകയാണോ? യേശുക്രിസ്തു നൽകുന്ന സന്ദേശം സമൃദ്ധിയായ ജീവനെ നൽകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ഒരിക്കലും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാത്ത വിധം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. സുവിശേഷം എന്ന് പറയുന്നത് അതിനെ ഒരു വ്യക്തിയായി പരിഗണിച്ചാൽ അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷിതാവ് എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മലമുകൾ ദേശനിവാസികളെ,
ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും, സാമ്പത്തിക ബാധ്യതയാകാം, സാമ്പത്തികമായ അടിമത്തമാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുടെ അടിമത്തമായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്, ഏതെങ്കിലും സാമൂഹിക തിന്മകളുടെ അടിമത്തത്തിൽ ആരും അറിയാതെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. പുകവലിയോ മദ്യപാനമോ കഞ്ചാവോ മയക്കുമരുന്നോ എന്തുമായിക്കോട്ടെ, നിങ്ങളെ പരിപൂർണമായി രക്ഷിപ്പാൻ യേശുവിന് കഴിയും. യേശുവിനെ പറ്റി ബൈബിൾ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഈ ലോകത്തിലേക്ക് അവതരിച്ച യേശു ലോകത്തിന്റെ രക്ഷകനാണ്. സർവ്വജനത്തിന്റെയും സന്തോഷമാണ് ക്രിസ്തു, സർവ്വജനത്തിന്റെയും സമാധാനമാണ് ക്രിസ്തു. നമ്മൾ വായിച്ചല്ലോ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ലോകത്തിൽ അയച്ചു. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിലെ സകല മനുഷ്യരും പുരുഷന്റെ സന്തതിയാണ്. പുരുഷന്റെ ഇഷ്ടപ്രകാരമാണ് ഈ ലോകത്തിൽ മനുഷ്യർ ജനിക്കുന്നത്. എന്നാൽ കാലത്തിന്റെ തികവിൽ, കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായി ജനിച്ചു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി വായിക്കുന്നത് യേശു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ആ വിശേഷണം? ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ്, ആദമിന്റെ അനുസരണക്കേട് നിമിത്തമാണ് സകല ലോകത്തിലേക്കും പാപം കിടന്നത്. സകല മനുഷ്യരും മരണത്തിന് അധീനരായത്. ആ മരണത്തിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ തിരിച്ചു പിടിക്കാൻ പുരുഷന്റെ സന്തതിക്ക് സാധ്യമല്ല. കാരണം പുരുഷന്റെ സന്തതികളായി ലോകത്തിൽ പിറക്കുന്ന സകല മനുഷ്യരിലേക്കും പാപം വ്യാപരിക്കുന്നത് കൊണ്ട് പുരുഷന്റെ ഇച്ഛപ്രകാരം ജനിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. അവിടെയാണ് ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. പുരുഷന്റെ ഇച്ഛ കൂടാതെ, പാപത്തിന്റെ സ്പർശനം കൂടാതെ യേശു ഈ ലോകത്തിൽ ജനിച്ചു. പാപമില്ലാത്തവനായി ബൈബിൾ പറയുന്നു, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു, അവന് പാപം എന്തെന്നറിയില്ലായിരുന്നു. നിഷ്കളങ്കനായി ഈ ലോകത്തിൽ പാപരഹിതനായി ജനിച്ച്, ജീവിച്ച്, മരിച്ച് യേശു ക്രിസ്തുവിൽ സകല മാനവജാതിക്കും ദൈവം രക്ഷ ഉറപ്പ് നൽകുന്നു, സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിഞ്ഞോ അറിയാതെയോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം എല്ലാവരും പ്രമാണങ്ങളുടെ അടിമകളാണ്. പ്രമാണങ്ങളുടെ അടിമകളാണ്. മതപ്രമാണങ്ങൾ. ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു മതവിഭാഗമുണ്ട്, അതിനുമുണ്ടൊരു പ്രമാണം. നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന നിങ്ങളുടെ മതവിഭാഗങ്ങൾ, മതപ്രസ്ഥാനങ്ങളുണ്ട്, അതിനുമുണ്ട് പ്രമാണം. പക്ഷെ ഈ പ്രമാണങ്ങൾക്കൊന്നും ക്രൈസ്തവ മതത്തിന്റെ പ്രമാണങ്ങൾക്കോ, ഹൈന്ദവ മതത്തിന്റെ പ്രമാണങ്ങൾക്കോ, ഇസ്ലാം മതത്തിന്റെ പ്രമാണങ്ങൾക്കോ, അതിന് സൊറാസ്ട്രിസമായിക്കോട്ടെ, ടാവോയിസമായിക്കോട്ടെ, ബുദ്ധിസമായിക്കോട്ടെ, ജൈനിസമായിക്കോട്ടെ, ഏത് മതത്തിന്റെ പ്രമാണങ്ങൾക്കും മനുഷ്യനെ ഉദ്ധരിക്കാൻ കഴിയാത്ത വിധം മതത്തിന്റെ പ്രമാണങ്ങൾ മനുഷ്യനെ അടിമകളാക്കി മാറ്റി. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ അടിമകളാക്കി തീർത്ത് പ്രമാണത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കാണ് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്. വിശദീകരിക്കാം. പ്രമാണം മനുഷ്യനെ വിരൽ ചൂണ്ടുകയാണ് ജനനം മുതൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ എല്ലാ മതപ്രമാണങ്ങളും മനുഷ്യനെ അനുസരിപ്പിക്കുകയായിരുന്നു. അവരുടെ പ്രമാണങ്ങൾ കൊണ്ട് മനുഷ്യനെ അനുസരിപ്പിച്ച് ഒടുവിൽ അവൻ പരാജിതനായി തീർന്നുവെന്ന് പറഞ്ഞ് മനുഷ്യനോട് മതത്തിന്റെ അവസാന വാക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും രക്ഷ നേടാൻ കഴിയുമായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഋഗ്വേദം മുതൽ ഏറ്റവും ഒടുവിൽ അതിന്റെ അനുബന്ധമായ ഉപനിഷത്തുകൾ വരെ അനുസരിച്ച മനുഷ്യന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ അവൻ പ്രാർത്ഥിക്കുന്നു, സത്യം എവിടെ, വെളിച്ചം എവിടെ, ജീവൻ എവിടെ? ഇതായിരുന്നു സകല മതപ്രമാണങ്ങളുടെയും അവസ്ഥ. വിശുദ്ധ ബൈബിളിൽ ഒരു സമൂഹത്തെ പറ്റി പറയുന്നുണ്ട്. യഹൂദ സമൂഹം, ഇസ്രായേലിലെ സമൂഹം, അവർക്കുമുണ്ടായിരുന്ന ഒരു പ്രമാണം. അവരും പ്രമാണം കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിച്ചു. പ്രമാണത്തിൽ അവർ അഭിമാനിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ പ്രമാണം എന്ന് പറഞ്ഞ് അവർ അതിനെ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ആ പ്രമാണത്തിനും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തു മനുഷ്യനെ പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു. എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നത് മതങ്ങൾ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തതുകൊണ്ട് നമുക്ക് രക്ഷ നേടാമെന്നാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് രക്ഷ നേടാമെന്നാണ്. ബൈബിൾ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ പ്രമാണങ്ങൾക്ക് ബദലായി ന്യായപ്രമാണം മനുഷ്യനെ അടിമയാക്കിയപ്പോൾ പരിശുദ്ധനായ ദൈവം മനുഷ്യന് നൽകിയ, അവന് സാധ്യമായ, അവന് മരണാനന്തര ജീവിതം ഉറപ്പു നൽകുന്ന ഒരു മാർഗം സ്വർഗം വെളിപ്പെടുത്തി. ആ മാർഗത്തിന്റെ പേരാണ് വിശ്വാസമാർഗം. പ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ, പ്രമാണം മനുഷ്യന്റെ മുൻപിൽ പരാജയപ്പെട്ടപ്പോൾ, വിശുദ്ധ ബൈബിൾ പറയുന്നു, പ്രമാണങ്ങൾക്ക് മനുഷ്യനെ ശിക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ, മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം, നമ്മൾ അനുഭവസ്ഥരാണ്. നമ്മൾ ഏറ്റുപറയുന്ന പ്രമാണങ്ങൾ നമ്മെ ശിക്ഷിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ, അവയ്ക്കൊന്നിനും നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ല. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം എന്ന മാർഗം, ആ മാർഗം ജ്ഞാനമാർഗത്തെ പോലെ ഭീകരമല്ല, കഠിനമല്ല. ആ മാർഗം ഭക്തിമാർഗത്തെ പോലെ പ്രയാസമുള്ളതല്ല. ആ മാർഗം രാജയോഗത്തെ പോലെ ബുദ്ധിമുട്ടേറിയതല്ല. ആ മാർഗം അഷ്ടാംഗ യോഗമാർഗത്തെ പോലെ പ്രയാസമേറിയതല്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന വളരെ ലളിതമായ ഒരു മാർഗമാണ് രക്ഷ നേടാൻ ദൈവം മനുഷ്യന്റെ മുൻപിൽ വച്ചിട്ടുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുലക്കളത്തിൽ മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ഭീകരമായ, നിന്ദ്യമായ, പരിഹാസമായ ത്യാഗ മരണം സ്വീകരിച്ചു. ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ക്രൂരമായ, വേദനാജനകമായ, അങ്ങേയറ്റം പരിഹാസ്യമായ ശിക്ഷാവിധി യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ക്രൂശുമരണം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യം നടപ്പിലാക്കിയിരുന്ന ഏറ്റവും വേദനാജനകമായ ശിക്ഷാരീതിയായിരുന്നു. കൈകളിലും കാലുകളിലും കൂർത്ത കാലിലും പാണികൾ മരത്തടിയോട് ചേർത്തടിച്ച്, മരത്തോട് ചേർത്ത് ആ ശരീരത്തെ എടുത്തുയർത്തി അതിനുവേണ്ടി കുടിച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഇടിച്ചുറപ്പിക്കുന്നതാണ് ക്രൂശീകരണമെന്ന ശിക്ഷയുടെ ഒരു രീതി. ആ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നതിന് മുൻപ് ചമ്മട്ടി മർദ്ദനം എന്ന് പറയുന്ന ഒരു ക്രൂരമായ ശിക്ഷാവിധി ഉണ്ടായിരുന്നു. ചമ്മട്ടി മർദ്ദനം എന്ന് പറയുന്നത് പ്രത്യേകതരം ചാട്ടയുടെ അറ്റത്ത് ഉൾക്കൊളുത്തുകളും ഈയക്കട്ടകളും എല്ലിൻ കഷ്ണങ്ങളും കുപ്പിച്ചില്ലുകളും ഒക്കെ ചേർത്ത് ബന്ധിച്ച പ്രത്യേകതരം ഒരു ആയുധമാണ്. ആ ചാട്ടവാറുകൊണ്ട്, ചമ്മട്ടി കൊണ്ട് ഈ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കും. ഏതാണ്ട് യഹൂദന്റെ പ്രമാണമനുസരിച്ച് ചിന്തിച്ചാൽ പോലും 39 ക്രൂരമായ മർദ്ദനങ്ങൾ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി. മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ മനുഷ്യൻ സഹിക്കേണ്ടിയിരുന്ന ശിക്ഷ യേശു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ആ ചമ്മട്ടി മർദ്ദനം ഏറ്റുവാങ്ങുന്ന സമയത്ത് ശിക്ഷ ഏറ്റുവാങ്ങുന്നവർ ഭ്രാന്തന്മാരായി തീർന്നിട്ടുണ്ട്. അവരുടെ കണ്ണുകൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ തെറിച്ചു പോയിട്ടുണ്ട്. അവർ ആ സ്ഥലത്ത് തന്നെ മരിച്ചു വീണിട്ടുണ്ട്. അത്രയും ഭീകരമായ മർദ്ദനം യേശു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. ശിക്ഷ കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരം, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഉഴവുചാലുകൾ പോലെ കീറി മുറിക്കപ്പെട്ടു എന്നാണ്. അതിനുശേഷം ആ ശിക്ഷ വിധിക്കേണ്ട മനുഷ്യനെ തന്നെ ക്രൂശിക്കേണ്ട ക്രൂശിന്റെ കുറുകയുള്ള ഭാഗം തന്റെ തോളിൽ വെച്ച് കൊടുക്കും. ആ ക്രൂശുമായി ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം ജനത്തിരക്കുള്ള വഴിയിലൂടെ ആ കുറ്റവാളി നടക്കേണ്ടതായിട്ടുണ്ട്. യേശുവിനെ ഒരു കുറ്റവാളിയെ പോലെ കണ്ട് ഇത്രയും ക്രൂരമായ ശിക്ഷ യേശുവിന്റെ ശിരസിലേൽപ്പിച്ച് തന്നെ ക്രൂശിക്കാനുള്ള ക്രൂശിന്റെ ഒരു ഭാഗം തന്നെ കൊണ്ട് ചുമപ്പിച്ച് 3 കിലോമീറ്ററോളം ദൂരം കർത്താവിനെ കാൽനടയായി നടത്തിച്ച് ഗൊൽഗോഥ എന്ന് പറയുന്ന മലമുകളിലേക്ക് കർത്താവിനെ കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുചെന്ന ശേഷം ആ ശരീരത്തെ
തന്നെ ക്രൂശിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന ആ മരത്തടിയിലേക്ക് എടുത്തെറിയുകയാണ്. അതിനുശേഷം കൈകളും കാലുകളും ആ മരത്തടിയിലേക്ക് നീട്ടിവെച്ച് കൂർത്ത കാലിലും പാടുകൾ അടിച്ചു തറച്ച ശേഷം ആ ശരീരത്തെ ക്രൂശോടുകൂടി എടുത്തുയർത്തി അതിനുവേണ്ടി കുഴിച്ചിരിക്കുന്ന കുഴിയിൽ ഇടിച്ചുറപ്പിക്കുമ്പോൾ മനുഷ്യൻ സഹിക്കുന്ന വേദനയുടെ, മനുഷ്യന് സഹിക്കാവുന്ന വേദനയുടെ പരമാവധി വേദനയിലൂടെയാണ് യേശു കടന്നുപോയത്. യേശു ക്രിസ്തുവിന് 100 വർഷങ്ങൾക്ക് മുൻപോ യേശുവിന് 100 വർഷങ്ങൾക്ക് ശേഷമോ ഇത്തരമൊരു ക്രൂശ് മരണമെന്ന ശിക്ഷാവിധി ലോകത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? യേശു ആ ശിക്ഷാവിധി സ്വീകരിപ്പാൻ ഈ ലോകത്തിൽ കടന്നു വന്നു. മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി താൻ ഏറ്റെടുക്കുന്ന ശിക്ഷ ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഒരു പാപവും യേശുവിന്റെ നേരെ വെല്ലുവിളി നടത്താൻ പാടില്ല. എന്റെ പാപത്തിന് ഈ ശിക്ഷ പോരാ, എന്റെ പാപത്തിന് ഇത്രയും ദണ്ഡനം പോരാ എന്ന് ഒരു പാപിയും വെല്ലുവിളിക്കാതിരിക്കത്തക്ക വിധം സകല വിമർശനങ്ങളുടെയും വായി മൂടിക്കെട്ടിക്കൊണ്ട് ക്രിസ്തു അത്യധികമായ വേദന സഹിച്ച് അത്രയും പരിഹാസമായ, അത്രയും നിന്ദ്യമായ വേദന തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശു ക്രൂശിൽ മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും അടിമപ്പെടുത്തിയിരുന്ന പ്രമാണങ്ങളിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും അടിമപ്പെടുത്തിയിരുന്ന സകല സാമൂഹിക തിന്മകളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന സകല രോഗങ്ങളിൽ നിന്ന് നമ്മെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളും അടിമപ്പെട്ടിരിക്കുന്ന ഈ മരണത്തിൽ നിന്ന് എന്നെ നിങ്ങളെയും സമൃദ്ധിയായ ജീവനിലേക്ക് നടത്താൻ വേണ്ടിയാണ് യേശു ക്രൂശ് മരണം സഹിച്ചത്. വിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ലോകത്തിന്റെ പ്രമാണങ്ങൾ മനുഷ്യനെ രക്ഷിക്കാൻ ഒരിക്കലും മതിയായതായിരുന്നില്ല. പ്രമാണങ്ങൾക്ക്, നിയമങ്ങൾക്ക് മനുഷ്യനെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് വിശുദ്ധ ബൈബിളിലെ 1-ാമത്തെ ഭാഗം, പഴയ നിയമം. പഴയ നിയമം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിളിലെ 1-ാമത്തെ ഭാഗം ലോകത്തിന് ദൈവം നൽകിയിരിക്കുന്നത് ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. പ്രമാണം കൊണ്ട് മനുഷ്യന് രക്ഷ നേടാൻ കഴിയില്ല. ഈ ലോകത്തിന്റെ മതത്തിന്റെ നിയമങ്ങൾ കൊണ്ട് മനുഷ്യന് രക്ഷ നേടാൻ കഴിയില്ല. പ്രമാണം ഏറ്റവും വലിയ പ്രമാണമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രമാണം മനുഷ്യന് നൽകിക്കൊണ്ട് ദൈവം മനുഷ്യനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ, ഈ മരണത്തിന് അധീനമായ, ഈ പ്രമാണത്തിന് അടിമപ്പെട്ട ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? യേശു ക്രിസ്തുവിന് മാത്രമേ, യേശുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ ഒരു വ്യക്തിയെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ പറയുന്നതിന് എല്ലാം പൊരുൾ മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നിങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളാകട്ടെ, ചിന്താഗതികളാകട്ടെ, സാമൂഹിക തിന്മകളാകട്ടെ, ബന്ധങ്ങളാകട്ടെ, എന്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം തരുവാൻ യേശുവിന് കഴിയും. ലോകമറിയേണ്ട സുവിശേഷമാണ് യേശു ക്രിസ്തു. ലോകത്തിന്റെ അടിയന്തരമായ ആവശ്യമാണ് സുവിശേഷം. ഈ ലോകം അറിയേണ്ട ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? സർവജനത്തിന്റെയും സന്തോഷ വാർത്തയാണ് ആ സുവിശേഷം. സർവജനത്തിന്റെയും സമാധാനത്തിന്റെ സന്ദേശമാണ് ആ സുവിശേഷം. എന്താണ്? മരണത്തിന് അടിമപ്പെട്ട മനുഷ്യ, നിന്നെ ജീവനിലേക്ക് നയിക്കാൻ നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അവൻ മരണം കൊണ്ട് ഒതുങ്ങിയില്ല. ബൈബിൾ പറയുന്നു, മരണത്തിന് അവരെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിൽ നിങ്ങൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ സത്യമാണ് ബൈബിൾ ഉദ്ഘോഷിക്കുന്നത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? അത് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയും. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. സ്നേഹിതരെ, യേശു മരണത്തെ അതിജീവിച്ചു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്തിന്റെ
ഉരുക്ക് സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് യേശുവിനെ റോമൻ കല്ലറയ്ക്കകത്ത് അവൻ കല്ലറയ്ക്കുള്ളിൽ കർത്താവിനെ ബന്ധിച്ചു. യേശു കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരില്ല എന്ന് റോമ സാമ്രാജ്യം ചിന്തിച്ചു, യഹൂദ മേധാവികൾ ചിന്തിച്ചു, സകല മനുഷ്യരും ചിന്തിച്ചു. 20 പുരുഷന്മാരെങ്കിലും ഒരുമിച്ച് നിന്നല്ലാതെ ആ കല്ലറയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന കല്ലുരുട്ടി മാറ്റാൻ പറ്റാത്ത വിധം അത്രയും അടച്ചുറപ്പുള്ള കല്ലറയ്ക്കകത്ത് കർത്താവിനെ വെച്ചു. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുക, ഞാൻ 3 ദിവസത്തിനകം ഉയർത്തെഴുന്നേറ്റിരിക്കും. ആ പ്രഖ്യാപനം കൃത്യതയോടുകൂടെ നിറവേറ്റപ്പെട്ടു. ആ കല്ലറയ്ക്കുള്ളിൽ കർത്താവിനെ അടച്ചു വെച്ചുവെങ്കിലും 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്നവൻ ആ കല്ലറയിൽ ഇല്ല. ഈ ലോകത്തിലെ സകല മഹാന്മാരും അവരെ അടക്കിയ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോൾ സകല മഹാന്മാരും സകല ഗുരുക്കന്മാരും അവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. യേശുവിനെ കൊല്ലാൻ, യേശുവിനെ ഇല്ലാതാക്കാൻ, യേശുവിനെ മരണം കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയാത്ത വിധം, മരണത്തിന് തോൽപ്പിക്കാൻ കഴിയാത്ത വ്യക്തിത്വമായി കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു. പ്രമാണത്തിന് മുകളിൽ അവൻ ജീവിച്ചു. മനുഷ്യരെ അടിമപ്പെടുത്തിയ പ്രമാണത്തിന്റെ മുകളിലേക്ക് അവൻ മനുഷ്യരെ കൊണ്ടുവന്നു. തന്റെ മരണം കൊണ്ട്, തന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ക്രിസ്തു ലോകത്തിന് ഉറപ്പ് നൽകുന്നു, എന്നിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് മരണാനന്തര ജീവിതമുണ്ട്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് ക്രിസ്തു ആ സന്ദേശം വിളിച്ചു പറഞ്ഞത് ലോകത്തോട്. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾക്ക് മരണത്തെ തോൽപ്പിക്കാൻ കഴിയും. തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ മരിക്കാൻ തയ്യാറുള്ളവരാകണം. ലോകത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗമികമായ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായിട്ടല്ല ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വിളിച്ചു പറയുന്ന സുവിശേഷ സന്ദേശം ഭൗമികമായി നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സുവിശേഷമല്ല. ഈ ലോകത്തിൽ നിന്ന് മരണത്തിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന, മരണത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, മരണത്തെ ധൈര്യത്തോടെ നേരിടാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ ധൈര്യത്തിന്റെ സുവിശേഷമാണ് മരണത്തിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, നിത്യ ജീവൻ നമുക്ക് ഉറപ്പ് നൽകുന്ന ക്രിസ്തുവിന്റെ നിത്യ ജീവന്റെ സന്ദേശം. ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഈ സന്ദേശം ഏറ്റെടുക്കാൻ കഴിയുമോ? സ്നേഹിതരെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രതിസന്ധിയും എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയും, എന്റെ പ്രയാസം ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, ഞാൻ കടന്നു പോകുന്ന വേദനകൾ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല, ആരോടും പറയാൻ കഴിയാതെ ഞാൻ ഉള്ളിൽ വെച്ച് ഇറങ്ങുന്ന നീറുന്ന പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ല സ്നേഹിത, അല്ല സഹോദരി, അല്ല മാതാവേ, പിതാവേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നന്നായി അറിയുന്നവനായ കർത്താവ് ഈ ലോകത്തിൽ യേശു ക്രിസ്തു അനുഭവിക്കാത്തൊരു വേദനകളുമില്ല. അവൻ എന്തിനു വേണ്ടിയായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? മനുഷ്യന്റെ വേദനകളെ പൂർണ്ണമായും സഹിക്കുക, മനുഷ്യന് കാണിച്ചു കൊടുക്കുക. ആ വേദനകളെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയും. ദൈവം അവന് കൃപ നൽകും. യേശു ലോകത്തിൽ പിറന്നു വീണത് എവിടെയാണെന്ന് ഞാൻ പറയാതെ ഈ ദേശനിവാസികൾക്കറിയാം. അവനൊരു കൊട്ടാരത്തിലല്ല ജനിച്ചത്. ഒരു വീട് പോലും ഇല്ലായിരുന്നു യേശുവിന് പിറന്നു വീഴാൻ. ഒരു മറ പോലും കൊടുക്കാൻ ഈ ലോകം തയ്യാറായില്ല. ദൈവരൂപത്തിലിരുന്ന് സാക്ഷാൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പിറന്നു വീഴുമ്പോൾ അവന്റെ അമ്മയ്ക്ക് അവനെ പ്രസവിക്കാൻ ഒരു മറ കൊടുക്കാൻ ഈ ലോകം തയ്യാറായില്ല. അങ്ങനെ ഒരു അവഗണിക്കപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവനായി ഈ ലോകത്തിൽ പിറന്നു വീണ ക്രിസ്തുവിന് നിങ്ങളുടെ വേദന അറിയാൻ സാധിക്കും. അവന് നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാം, ഇല്ലായ്മയുടെ വേദന അറിയാം. യേശു ഈ ലോകത്തിൽ ജനിച്ച് ജീവിതം ആരംഭിച്ചത് ഒരു ദരിദ്രനായിട്ടാണ്. തന്റെ അമ്മയും അപ്പനും വളർത്തച്ഛനും തന്റെ മാതാവും അങ്ങേയറ്റം ദരിദ്രരായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? യേശുവിന് നിങ്ങളെ അറിയാം, യേശുവിന് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ വിശുദ്ധ ബൈബിളിലൂടെ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ?
എന്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ എന്റെ മുൻപിൽ തുറന്നു തരുമെങ്കിൽ ഞാൻ നിങ്ങളോടെയും നിങ്ങൾ എന്നോടുകൂടെയും വസിക്കും. യേശുവിനോടൊപ്പം ഒരു അത്ഭുതകരമായ ജീവിതം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിനോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തന്റെ മുൻപിൽ വന്ന് സകല ദാരിദ്ര്യത്തെയും സകലവിധമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. യേശുവിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. യേശുവിൽ നിങ്ങൾക്ക് മരണത്തിനപ്പുറമുള്ള ജീവിതമുണ്ട്. ആ യേശുവിൽ വിശ്വസിക്കാൻ കഴിയുമോ? സ്നേഹിതരെ, ഈ ലോകത്തിന്റെ മതപ്രമാണങ്ങൾക്ക് നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രമാണങ്ങൾ നമ്മെ കുറ്റം വിധിക്കുകയുള്ളൂ. എത്ര ചെയ്താലും പ്രമാണങ്ങൾക്ക് ഒരിക്കലും തൃപ്തിയാകില്ല. പ്രമാണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വിശുദ്ധ ബൈബിൾ പറയുന്നു, പ്രമാണം വേണ്ട, നിങ്ങൾക്ക് വിശ്വാസം മതി. ഒറ്റ നിലപാട് മതി, ഒരു നിലപാട് മതി. യേശുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ നിലപാടിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ക്രിസ്തു തയ്യാറാണ്. പ്രമാണം അനുസരിച്ച് ജീവിക്കാനല്ല യേശു ക്ഷണിക്കുന്നത്. തന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്റെ കൂടെ നടക്കാനാ യേശു ക്ഷണിക്കുന്നത്. പുതിയ നിയമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിയമമല്ല, അതൊരു ഉടമ്പടിയാണ്. പുതിയ നിയമത്തിൽ ക്രൈസ്തവ സഭയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യരോട് ഒരു ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ പ്രമാണങ്ങൾ അനുസരിച്ച് പരാജയപ്പെട്ട ചരിത്രമാണ് പറയാനുള്ളതെങ്കിൽ, പ്രമാണങ്ങൾ അനുസരിച്ച് ഇന്നും ശിക്ഷാവിധിയിൽ ആണ്ടുപോകുന്ന അനുഭവമാണ് പറയാനുള്ളതെങ്കിൽ, ക്രിസ്തു ക്ഷണിക്കുന്നു ഒരു മണവാട്ടിയെ പോലെ, ഭർത്താവിന്റെ കരം പിടിച്ചു പോകുന്ന ഒരു മണവാട്ടിയെ പോലെ ക്രിസ്തു ക്ഷണിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ കരത്തിൽ പിടിക്കാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ മനസ്സുണ്ടോ? രാത്രിയിൽ ഒരു ഗുരുവിനെ പോലെ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിലെ ഒരു ഗുരുവിനും ഒരു ഗുരുക്കന്മാർക്കും നമ്മെ ശരിയായ വഴി കാണിച്ചു തരാൻ കഴിയില്ല. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു മാത്രമാണ് ശരിയായ മാർഗം. യേശുവിലൂടെ അല്ലാതെ ദൈവത്തെ കണ്ടെത്താൻ ആർക്കും കഴിയില്ല. ഒരു ഗുരുവായിട്ട് യേശുവിന്റെ കരങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ബൈബിൾ പറയുന്നു, അവൻ നിത്യ പിതാവാണ്, നിത്യ പിതാവാണ്. ആ യേശുവിന്റെ കരങ്ങളിൽ ഒരു പിതാവിനെ പോലെ നിങ്ങൾക്കത് പിടിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ഇടയനെ പോലെ കുഞ്ഞാടുകളെ തോളിലേറ്റ് നടക്കുന്ന, തള്ളയാടുകളെ പതിയെ നടത്തിക്കൊണ്ടു പോകുന്ന, ആടുകൾക്ക് വേണ്ടതെല്ലാം കൃത്യസമയത്ത് കൊടുക്കുന്ന ഒരു ഇടയനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ക്രിസ്തുവിന്റെ കരങ്ങളെ പിടിക്കാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കഴിയുമോ? ബൈബിൾ പറയുന്നു, ക്രിസ്തു മൂത്ത സഹോദരനാണ്. ദൈവത്തിന്റെ മക്കളായ സകല മനുഷ്യരുടെയും മൂത്ത സഹോദരനാണ് ക്രിസ്തു. ഒരു ജ്യേഷ്ഠനെ പോലെ ക്രിസ്തു ഈ രാത്രി നിങ്ങളുടെ സമീപം നിൽക്കുന്നു. ആ മൂത്ത ജ്യേഷ്ഠനായ ക്രിസ്തുവിന്റെ കരം പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു യജമാനനായി നമുക്ക് കൃത്യസമയത്ത് ആജ്ഞകൾ നൽകാൻ സന്നദ്ധനായി യജമാനനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിന്റെ കരം പിടിക്കാൻ കഴിയുമോ? ആത്യന്തികമായി ക്രിസ്തു എന്ന വെളിപ്പാട് ദൈവം ഈ ലോകത്തിന് നൽകിയിരിക്കുന്നു. അവരിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കരം പിടിച്ചാൽ ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ മരണത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ രോഗത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങുകയാണ്. ഒരു രോഗത്തിനും നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയാത്ത വിധം, ഒരു മരണത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം, ഹല്ലേലൂയ, സകലവിധമായ രോഗങ്ങളെയും സൗഖ്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ കരം പിടിക്കാൻ ക്രിസ്തു ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നു. വീടുകളിലിരുന്ന്, റോഡിന്റെ സൈഡുകളിലൊക്കെ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരണം വരിച്ച, ത്യാഗമരണം ഏറ്റെടുത്ത ആ ക്രിസ്തു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ,
നിങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല നിയമങ്ങൾക്കും അപ്പുറത്ത്, സകലവിധ പ്രമാണങ്ങൾക്കും അപ്പുറത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി മുതൽ നിങ്ങൾ അടിമകളായിട്ടല്ല, ദൈവത്തിന്റെ മക്കളാകുവാൻ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അതിനൊറ്റ വ്യവസ്ഥയെ ബൈബിൾ പറയുന്നുള്ളൂ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം നൽകുന്നു. രാത്രിയിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യൻ, അവൻ അടിമയാകാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം വിശേഷിപ്പിച്ചത് തന്റെ മകൻ എന്നാണ്. മനുഷ്യരെ ദൈവം വിളിക്കുന്നത് തന്റെ മക്കൾ എന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ ഒറ്റ വ്യവസ്ഥയാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്: യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുന്നവര് ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ഈ രാത്രിയിൽ കഞ്ചാവിനും ചരസിനും മദ്യപാനത്തിനും പുകവലിക്കും സാമൂഹിക തിന്മകൾക്കും പലതരത്തിലുള്ള ബന്ധങ്ങൾക്കും ന്യായപ്രമാണങ്ങൾക്കും വിവിധ നിയമങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്ന സ്നേഹിത, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, ഈ രാത്രിയിൽ യേശു നിന്നെ ക്ഷണിക്കുകയാണ്. സകല അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ യേശു തയ്യാറാണ്. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഇന്ന് രാത്രി ഒന്ന് തുറന്നു കൊടുക്കാമോ? അവന് വേണ്ടി അവൻ നിന്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാമോ? ശുദ്ധ ബൈബിൾ പറയുന്നു, ആ രക്ഷയിലേക്ക്, ആ മഹത്വത്തിലേക്ക്, ആ ശ്രേഷ്ഠകരമായ ജീവിതത്തിലേക്ക് നിന്നെ നയിക്കാൻ നിനക്ക് വേണ്ട ഒറ്റ കാര്യം മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. എന്താ അതിന്റെ അർത്ഥം? ലോകത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന നിന്റെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്തുക. മനസ്സിനെ ദൈവോന്മുഖമായി ഉയർത്തുക. മരണത്തിനപ്പുറം നിനക്ക് ജീവിതം വാഗ്ദാനം ചെയ്യുന്ന, പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന, സകലവിധമായ അടിമത്തങ്ങളിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുന്ന, നിന്റെ രോഗങ്ങളിൽ നിന്ന് നിന്നെ സൗഖ്യമാക്കുന്ന ആ യേശുവിന് നിന്റെ ഹൃദയത്തെ കൊടുക്കാമോ? ഇന്നു മുതൽ, ഈ രാത്രി, ഈ നിമിഷം മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. മക്കൾ എന്ന പദവിയിൽ ജീവിക്കേണ്ടവരെ നിങ്ങൾ അടിമകളാകരുത്. അടിമപ്പെടുത്തിയിരിക്കുന്ന സകല വ്യവസ്ഥിതികളിൽ നിന്ന് പുറത്തു വരൂ. മക്കളാകാൻ യേശു നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ മക്കളാകാൻ, ദൈവത്തിന്റെ പുത്രന്മാരാകാൻ, ദൈവത്തിന്റെ അവകാശികളാകാൻ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശുവിന് ഹൃദയം കൊടുക്കാമോ? രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിന് വേണ്ടി സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സമീപയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, പള്ളിക്കര ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ദൈവിക സന്ദേശങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൽ വളരുവാൻ ഇന്ന് കേട്ട ഈ സന്ദേശത്തിന്റെ വിശദീകരണം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതലായി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ സഭാഹാളിലേക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. യേശുവിനെ പറ്റി കൂടുതൽ അറിയുക. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം നിങ്ങളും അറിയുവാൻ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാം. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും തരാൻ പറ്റാത്ത സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാം. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും തരാൻ പറ്റാത്ത സ്വതന്ത്ര ജീവിതം, ആർക്കും നിങ്ങളെ അടിമകളാക്കാൻ പറ്റാത്ത ധൈര്യത്തിന്റെ ജീവിതം, മരണത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ജീവിതം നിങ്ങൾക്ക് സ്വായത്തമാക്കാം. ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ശാന്തമായി ക്ഷമയോടെ കേട്ട എല്ലാ ദേശനിവാസികൾക്കും നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇന്ന് ഈ രാവിലെ മുതൽ രാത്രി വരെ ഈ സന്ദേശങ്ങൾ, ഈ നിലയിൽ ഈ സന്ദേശയാത്ര ക്രമീകരിച്ച പ്രിയപ്പെട്ട ബഹുമാനായ പാസ്റ്റർ എൽദോ പി ജോസഫ് അവർകളെയും, തന്റെ മകൻ പ്രിയ ഡാലി, തന്റെ ഭാര്യ, സഹോദരി, തന്റെ മകൾ ഉൾപ്പെടെയുള്ള പ്രിയ കുടുംബത്തിന് ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ടും ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയ്ക്ക് പൂർണ്ണമായ സഹകരണം നൽകി തന്ന ദൈവമക്കൾ, പള്ളിക്കര ഷാരോൺ സഭയിലെ വിശ്വാസികൾ, മറ്റ് ദൈവദാസന്മാർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.